ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെറിയ മെഡിക്കൽ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ പെട്ടെന്നൊരു നിങ്ങൾക്കൊരു ചേഞ്ചസ് അവരുടെ സ്വഭാവത്തിൽ ക്യാരക്ടറിലൊക്കെ വരുന്നതായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, അല്ലെങ്കിൽ അവർ കിടക്കുന്ന റൂമിൽ കാണാതെ ശരിക്കും ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ പറയാത്ത കാര്യങ്ങൾ അവർ കേട്ടു എന്ന് പറയുക. അതിന് ഓഡിറ്ററി ഹാലുസിനേഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഹാലുസിനേഷൻസ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾ പ്രായമായിട്ടുള്ള ഇവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. യൂറിൻ ടെസ്റ്റിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ചേഞ്ചസ് ബ്രെയിനിൽ ഒരു ചേഞ്ചസ് ഒക്കെ വരികയും ഡെലീരിയം എന്ന ഒരു സ്റ്റേജിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയും ആ ഒരു ഡെലീരിയത്തെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ കൂടുതലായിട്ട് മോശമായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒത്തിരി നാളുകളായിട്ട് ചേഞ്ചസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സഡൻ ചേഞ്ചസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ ആരുടെയും സർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ പോസ്റ്റ് സർജറി കഴിഞ്ഞിട്ടും ഇതുപോലെ കൺഫ്യൂഷനോ ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻ ചേഞ്ചസ് ഒക്കെ ആയിട്ട് അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്യണം. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കെയറായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്നെങ്കിൽ അവർ ഹൈപ്പർ മാനിയായിട്ട് പോവും, അല്ലെങ്കിൽ ഹൈപ്പോ മാനിയായിട്ട് പോവും. അത് ഒന്നെങ്കിൽ അവരൊന്നും സംസാരിക്കാതെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ആരോടും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒത്തിരി ദേഷ്യപ്പെട്ട് ഭയങ്കര അരിശപ്പെടുകയും ഒക്കെ ചെയ്യുകയും, അതുപോലെ ഡേ ടൈമിൽ ഉറങ്ങുകയും നൈറ്റ് ടൈമിൽ ഫുൾ ടൈം അവയ്ക്ക്, അങ്ങനത്തെയൊക്കെ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോടോ നഴ്സസിനോടോ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ബിക്കോസ് അതും ഒരു ഡെലീരിയം സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ അത് നമ്മളെ സർജറിയുടെ സമയത്ത് കൊടുത്ത ചില മരുന്നുകളുടെ എഫക്റ്റ് കൊണ്ട് അവർക്ക് ഡെലീരിയം ഉണ്ടായതായിരിക്കാം. അത് ട്രീറ്റ് ചെയ്യുക അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ പ്രത്യേകിച്ച് എമർജൻസിയിലേക്ക് ഓൾഡർ പേഴ്സൺസ് ആയിട്ടുള്ളവർ വരികയാണെങ്കിൽ, പ്രായമായിട്ടുള്ളവർ വരുവാണെങ്കിൽ എല്ലാവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് ഓൾഡ് ഏജ് ഉള്ള ആൾക്കാർക്ക് UTIയുടെ ഫ്രീക്വൻ്റ് ആയിട്ട് UTI വരാനുള്ള ചാൻസസും അത് മിസ് ഔട്ടായി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് ഏർലി പ്രിവെൻഷൻ അല്ലെങ്കിൽ ഏർലി നമ്മൾ രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ഹെൽത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം ഇനി വേറെ മെഡിക്കൽ ടിപ്സുകളും പോസിറ്റീവ് തോട്ട്സുകളുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഗോഡ് ബ്ലെസ് യു ഓൾ.